ഇന്ന് 29th ആയി. ഇനിയൊരു 18 ദിവസം കൂടി ഉള്ളൂ ശിവ വരാനായിട്ട്. ശിവ ആക്ച്വലി വരുന്നത് ശിവയുടെ ബർത്ത്ഡേയുടെ അന്നാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ ഒരു സർപ്രൈസ്, ഒരു കേക്ക് കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എയർപോർട്ടിൽ പോകുമ്പോൾ ഒരു ചെറിയ കുറച്ച് ഫ്ലവേഴ്സ് കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ ചെയ്യാമെന്ന്. എങ്ങനെ അറിയില്ല, പ്ലാനിങ് ഒക്കെ അതുപോലെ നടക്കുമെന്ന്. എനിവേ നോക്കാം. പിന്നെ വീഡിയോ എടുക്കാനൊന്നും ആരും ഉണ്ടാവത്തില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. വെളുപ്പാങ്കാലത്തെയാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച പോലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നോക്കാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഒരു വലിയൊരു വീഡിയോ ഇട്ടിടാന്നാണ്, ലെങ്തി വീഡിയോ ഇട്ടിടാന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഞാനിത് ഇങ്ങനത്തെ ക്ലിപ്സൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പോകുന്നതും പിക്ക് ചെയ്യുന്നതും അങ്ങനെ ഓരോ പിക്സും ഓരോ വീഡിയോയും ഞാൻ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിടുന്നതായിരിക്കും കേട്ടോ. എനിക്ക് ലാസ്റ്റ് മിനിറ്റിലെല്ലാം കൂടി തട്ടിക്കൂട്ട് ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം കുറച്ച് നേരത്തെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ മുന്നേ തന്നെ ഞാൻ എല്ലാ പ്ലാനിങ്ങും തുടങ്ങിയായിരുന്നു. ബർത്ത്ഡേയുടെ ബ്രൗൺ ഷീറ്റിലാണ് ഞാനിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ, വെൽക്കം ഹോം ആൻഡ് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ചെയ്തത്. അതെനിക്ക് ഭയങ്കര എസ്തെറ്റിക്കായിട്ട് തോന്നി. പക്ഷേ പ്ലാനിങ്ങൊക്കെ എങ്ങനെ വരും എന്നൊന്നും എനിക്കറിയത്തില്ല. ചെറിയൊരു കാര്യമാണെങ്കിലും മാക്സിമം ശിവയെ ഹാപ്പിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അല്ല ഇത് ചെറുതായിപ്പോയി അങ്ങനെയൊന്നുമില്ല. ശിവയ്ക്ക് എന്താണെങ്കിലും ഇഷ്ടമാണ് ഞാനിങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ തലേന്ന് രാത്രി തന്നെ ഞാനെല്ലാം സെറ്റ് ചെയ്തായിരുന്നു. ഇങ്ങനെ വെൽക്കം ഹോം ആൻഡ് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് സൈഡിൽ ഇങ്ങനെ കുറച്ച് നെറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫെയറി ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നിട്ടത് കാണാനായിട്ട്. പക്ഷേ എനിക്ക് പനി പിടിച്ചു, എനിക്ക് വൈറൽ ഫീവർ പിടിച്ചു, എനിക്കും അല്ലിക്കും. പക്ഷേ ഞാൻ വിചാരിച്ച പോലെയല്ല, എനിക്കിതൊരു 8ൻ്റെ പണിയാണ് തന്നത്. ഫസ്റ്റ് ഡേ ഒന്നും എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും പനി കൂടി. പക്ഷേ ശിവ വിളിക്കാൻ പോവാതിരിക്കാനും പറ്റത്തില്ല. എന്തൊക്കെ വന്നാലും ഞാൻ പോകുമെന്ന് തീരുമാനിച്ചതാണ്. അങ്ങനെ രാവിലെ തന്നെ എയർപോർട്ടിലോട്ട് പോയി. 6:10 ആകും ശിവ പുറത്തിറങ്ങാനായിട്ട്. കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എനിക്ക് നല്ലോണം തല ചുറ്റുന്നുണ്ടായിരുന്നു പനി കൂടിയിട്ട്. ഇത്തവണ ശിവ ഒറ്റയ്ക്കല്ല, ശിവയുടെ കസിൻ കൂടി വരുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും സെയിം സ്ഥലത്ത് തന്നെയാണ്. അപ്പം അവരൊരുമിച്ചാണ് ഇത്തവണ വന്നത്. ഞാനപ്പോൾ ഇതൊക്കെ മേളിൽ നിന്ന് നോക്കി കാണുന്നുണ്ടായിരുന്നു. എനിക്ക് തല ചുറ്റൽ കാരണം ഞാൻ മുകളിൽ പോയി ഇരിക്കുമായിരുന്നു കുറച്ച് നേരം. ഇത് ചെറിയൊരു വീഡിയോ ആണ്. ഇത് ഞാൻ നേരത്തെ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ശിവയുടെ ഫ്രണ്ട് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. കാരണം ശിവ എന്നെ ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ്, ഞാൻ എവിടെ എന്നുള്ളത്. അങ്ങനെ അവസാനം ഞാൻ വന്നു. എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു, കാരണം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ വീഡിയോ എടുത്തു തരാൻ ആരും ഉണ്ടാവില്ല. പക്ഷേ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നത് കാരണം ഈ ഒരു അടിപൊളി വീഡിയോ എനിക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നേരെ വീട്ടിലേക്കാണ് വന്നത്. അല്ലിയുടെ ഫസ്റ്റ് റിയാക്ഷൻ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അല്ലി ഉറക്കപ്പിച്ചിലായിരുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അച്ഛനെ കണ്ടപ്പോൾ. ലാസ്റ്റ് ടൈം അല്ലിക്ക് ഒരു 1.5 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ശിവ തിരിച്ച് ഖത്തറിലേക്ക് പോയത്. ഡെയിലി വീഡിയോ കോൾ വഴി കാണുന്നുണ്ടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിലും നേരിൽ കാണുമ്പോൾ എങ്ങനെയാകും എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, രണ്ടുപേരും പെട്ടെന്ന് അടുത്തു. രണ്ടുപേരും അല്ല, അല്ലി പെട്ടെന്ന് അടുത്തു. അപ്പോൾ ഇതാണ് കേക്ക്. ഇതാണ് ഞാൻ റൂമൊക്കെ ഒരുക്കിയത്. ശിവയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ശിവ ഭയങ്കര എക്സൈറ്റഡ് ആയത് കണ്ടപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. നല്ല അടിപൊളി കേക്കായിരുന്നു. ഞാൻ ബെസ്റ്റ് ബേക്കേഴ്സിൽ നിന്നാണ് കേക്ക് വാങ്ങിയത്. വാനിലയാണ് എടുത്തത്. എനിക്ക് ചോക്ലേറ്റിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. ഒന്നാമത് പനിയും കൂടി ആയതുകൊണ്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ തലേന്ന് തന്നെ നമുക്ക് ഡെലിവറി ചെയ്തായിരുന്നു കേട്ടോ അവർ. നല്ല അടിപൊളി കേക്ക്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. പിന്നെ ഒരു പായസം ഉണ്ടാക്കി, ചെറിയ സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. ഞാൻ ആഗ്രഹിച്ച ഗിഫ്റ്റല്ല എനിക്ക് കൊടുക്കാൻ പറ്റിയത്, പക്ഷേ സൂൺ അത് നടക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ശിവയ്ക്ക് പിന്നെ എന്ത് കിട്ടിയാലും ശിവ ഹാപ്പിയാണ് കേട്ടോ. ചെറിയൊരു ഫ്ലവർ കിട്ടിയാലും ശിവ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും ഞാൻ ഇതെടുത്ത് കൊടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഫ്ലോറൽ ഷർട്ടും പാൻസും ആയിരുന്നു. എനിക്കും അത് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ വൈറൽ ഫീവർ ഒരാഴ്ചയോളം നീണ്ടുപോയി കേട്ടോ. അതുകൊണ്ട് വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.